അപ്പോൾ ഗായ്സ് എനിക്കിന്നില്ലേ കാർ ഷോറൂമിൽ പോയിട്ടൊരു ആവശ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ മുന്നിൽ ഇരിക്കുന്ന കാറുണ്ടോ, ഇതെല്ലാവർക്കും അറിയാവുന്ന കാർ തന്നെ, ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡറാണ്. ഇത് പിന്നെ നൈസ് കാറാണ്. പിന്നെ അപ്പുറത്തെ എൻ്റെ കയ്യിൽ കുറേ ക്യാഷ് ഉണ്ട്, അതുകൊണ്ടൊക്കെ ഞാൻ കുറേ കാർ മേടിച്ചു. സ്കോർപ്പിയോ ഉണ്ട്, താറുണ്ട്, ജി വാഗണുണ്ട്, ഫോർച്യൂണറുണ്ട്. പക്ഷേ ഇതെല്ലാം SUV കാർ. എനിക്ക് ഒറ്റ സൂപ്പർ കാർ പോലും ഇല്ല. അതുകൊണ്ട് എനിക്കൊരു സൂപ്പർ കാർ മേടിക്കണം. അപ്പോൾ അത് മേടിക്കാൻ ഞാൻ ഇന്ന് ഷോറൂം വരെ പോവാണ്. ക്യാഷുള്ള ബാഗ് അകത്താണ്, അപ്പോൾ നമുക്കത് എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ബാഗ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഷോറൂമിലോട്ട് പോകാം. നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മളുടെ ശേഖരനും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് അവനെ കൊണ്ട് പോകാം ഗൈസ്. ഏതായാലും നമ്മൾ കാറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഷോറൂം വരെ പോകുന്നതല്ല, നമുക്കൊരു ബൈക്ക് എടുത്തുകൊണ്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന KTM ആണ്. എൻ്റെ ബാക്കി 2 ബൈക്കും നന്നാക്കണം ഗൈസ്. പോയിരിക്കുകയാണ്, ഒരു ആക്സിഡൻറ്റിൽ പോയതാണ് 2 ബൈക്കും. ഇതുവരെ നന്നാക്കിയിട്ടില്ല. നന്നാക്കാൻ കാശ് കൈ വരുമ്പോൾ ഞാൻ നന്നാക്കും ഗൈസ്. അപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത് ഗൈസ്, നമ്മുടെ കൂടെ ശേഖരനുണ്ട്. അപ്പം ശേഖരൻ്റെ വീട് ഇവിടെ അടുത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരുടെ പഴയ വീടാണ്, ഞാൻ ശേഖരന് കൊടുത്തതാണ് അവനെ. അപ്പം നിങ്ങൾ വിചാരിക്കുക കൂട്ടുകാരന് വീടൊക്കെ കൊടുക്കുമെന്ന്. അതേ ഗൈസ്, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പഴയ വീടൊക്കെ അവന് കൊടുത്തത്. ഇപ്പം ഞാൻ താമസിക്കുന്ന പുതിയ വീടാണ്, അപ്പം ഞാൻ പഴയ വീട് അവന് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ പഴയ വീട്ടിലോട്ട് പോകണം, നമുക്ക് സ്ഥലം എടുക്കാറായി. ഇതേ ഗൈസ്, ആ കാണുന്നതാണ് നമ്മുടെ പഴയ വീട്. ഇനി നമുക്ക് ശേഖരനോട് ചോദിക്കാൻ വരുമോ എന്ന്. നമ്മുടെ ശേഖരൻ അവിടെ നിൽപ്പുണ്ടായിരിക്കും. എടാ ശേഖരൻ, ഞാൻ കാറ് മേടിക്കാൻ വേണ്ടിയേ ഷോറൂമിൽ പോവാം, നീ വരുന്നു? അതിനിപ്പം എന്താ ആളിയ, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ എന്ത് കാര്യത്തിനും വരുന്നതല്ലേ. ഒരു കാര്യം ചെയ്യ്, നീ ബൈക്ക് എടുക്ക്. അപ്പം ഗൈസ് അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോവാണ്. വേഗം വാ ആലിയ, കയറടാ. ആലിയ, ഞാൻ നിൻ്റെ കൂടെ വരുന്നതിന് എനിക്ക് പകരം എന്താണ് തരുന്നത്? എന്ത് തരാനാടാ? ആലിയ, എനിക്കൊരു കാർ മേടിച്ച് തരുമോ? എടാ എൻ്റെ ഈ കാശില്ലടാ, കാശുണ്ടെങ്കിൽ ഞാൻ മേടിച്ചു തരുമെന്ന് നിനക്കറിയാമല്ലേ. നിൻ്റെ കയ്യിൽ ഇപ്പം എത്ര രൂപയുണ്ട്? എൻ്റെ കയ്യിലിപ്പം 2 crore ഉള്ളത്. അതിൽ 1 കോടി കൊടുത്തിട്ട് ബാക്കി 1 കോടി കൊണ്ട് നീ എനിക്ക് കാർ മേടിച്ച് താ. മേടിച്ചു തരാടാ. അപ്പം ഫ്രണ്ട്സ്, ഈ ഒരു സമയം കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അയ്യോ, അത് അന്നല്ലായിരുന്നോ പറയണ്ടേ? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം. അപ്പോൾ ഗൈസ് നമ്മൾ കാർ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് കാറ് മേടിക്കാം. അളിയ, നിനക്ക് ഏത് കാറാടാ വേണ്ടേ? ഏതാ? എനിക്ക് ലാംബോർഗിനി സിയാൻ കിട്ടുമെങ്കിൽ മതി. ഞാൻ എടുക്കാൻ പോകുന്ന ഫെരാറിയ, എനിക്കൊരു സൂപ്പർ കാർ മതിയെന്നേ ഉള്ളൂ. എന്നാൽ അലിയ നീ പോയി മേടിച്ചിട്ട് വാ, ഞാൻ ഇവിടെ നിന്നോലാം. എന്നാൽ ഓക്കേടാ. അവിടെ പോയിട്ട് ഇനി ചേച്ചിയോട് ചോദിക്കണം ഗൈസ് എത്ര രൂപയാണെന്ന്. 1 കോടിക്ക് താഴെ വരാനേ സാധ്യതയുള്ളൂ. ചേച്ചി, ഫെരാറിക്ക് എത്ര രൂപയാ? 1 കോടി. അപ്പോൾ ലംബോർഗിനി സിയാനോ? 1 കോടി. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ചേച്ചി, ഞാൻ ഇവിടെ ബാഗ് വെച്ചിട്ടുണ്ടേ. ഓക്കെ, 2 കാറും എടുത്തോണ്ട് പൊക്കോളൂ. ശരി ചേച്ചി, താങ്ക് യു. എടാ ശേഖര. എന്താ ആലിയ? എടാ നിൻ്റെ കാറ് നീ വീട്ടിൽ കൊണ്ടുവയ്ക്കുക കേട്ടോ. ശരി ആലിയ, എന്നാൽ ഞാൻ നിന്നെ നാളെ വന്ന് കണ്ടോളാം. ഞാൻ ഫെറാറി എടുത്തോണ്ട് പോവാണേ. ഓക്കെ, ബൈ ബൈ ആലിയ. ബൈ ബൈടാ. അപ്പോൾ ഗൈസ് നമുക്ക് പുതിയ സൂപ്പർ കാർ ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഇതെടുത്തോണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എനിക്ക് ശേഖരന് കാർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശേഖരനെ നാളെ പോയി കണ്ടോളാം ഗൈസ്. ഞാൻ ആഗ്രഹിച്ച കാർ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫെരാറി എന്തായാലും നൈസ് കാർ തന്നെയാണ്. ആ റെഡ് തീമും ഒക്കെ അടിപൊളി തന്നെയാണ് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് കാറായിരുന്നു ഫെരാറി, എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഇനി നമ്മൾ ഇതുപോലത്തെ സൂപ്പർ കാറും SUV കാറും ഒക്കെ മേടിക്കുന്നതായിരിക്കും. അപ്പോൾ അതിലായിട്ട് ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടിപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ SUV കാറും ഒരു സൂപ്പർ കാറും ആയിട്ടുണ്ട്. പിന്നെ ഗൈസ് നിങ്ങളുടെ ഫേവറേറ്റ് സൂപ്പർ കാർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഗുഡ് ബൈ.